കോഴിക്കോട് കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രമീള ബാലഗോപാൽ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. എം പത്മാവതി മുതൽ കൗൺസിലിലെ ബേബിയായ സൗഫിയ അനീഷ് വരെ 42 വനിതകൾ. ആകെ അംഗസംഖ്യയുടെ 56%. 38 വനിതാ സംവരണ വാർഡുകൾക്ക് പുറമെ 4 പേർ ജനറൽ വാർഡുകളിൽ നിന്നും കൗൺസിലിലെത്തി. വനിതാ പ്രാതിനിധ്യം കൂടുന്നത് നാടിന് ഗുണകരമാവുമെന്ന് 2ാം അംഗത്തിലും കൗൺസിലെത്തിയ ഉഷാദേവി ടീച്ചർ പറയുന്നു. പുരുഷന്മാരെക്കാളും സ്ത്രീകൾ എന്തുകൊണ്ടും പ്രാപ്തരാണ്. ആ പ്രാപ്തി നമ്മൾ ഓരോ വർഷവും നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാവശ്യത്തെ കൗൺസിലിലെ അംഗസംഖ്യകളിലെ ഒരു വലിയൊരു വിഭാഗം സ്ത്രീകൾ തന്നെയാണ്. തീർച്ചയായും കോഴിക്കോട് കോർപ്പറേഷൻ ഈ സ്ത്രീകളെ കൊണ്ട് തന്നെ ആ വികസനത്തിന്റെ പാരമ്യത്തിലെത്തിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. LDF-ന്റെ 47 സീറ്റിൽ 27ഉം UDF-ന്റെ 20-ൽ 12ഉം 7 സീറ്റിൽ ലഭിച്ച BJP-യുടെ 3 പേരുമാണ് പുതിയ കൗൺസിലിലെ വനിതാ അംഗങ്ങൾ. 23 പേർ ആദ്യമായി ജനപ്രതിനിധികളായവർ. ക്യാമറ പേഴ്സൺ റോബിൻ ബിയാറിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.